പിസ്സ ഇഷ്ടമല്ലാത്ത ആർക്കാ? പണമുള്ളവരോ പാവപ്പെട്ടവരോ? പാവപ്പെട്ടവർക്ക് എങ്ങനെയാ പിസ്സ വാങ്ങാൻ പറ്റുന്നത്? അങ്ങനെ തന്നെ വിഷ്ണുവിന് പിസ്സ കഴിക്കാൻ ഭയങ്കര ഇഷ്ടാ. അവൻ അവന്റെ 18-ാം വയസ്സിലാണ് ആദ്യത്തെ പിസ്സ കാണുന്നത് തന്നെ. വിഷ്ണു ഗ്രാമത്തിലെ ഒരു പാവപ്പെട്ടവനായിരുന്നു. ആ സമയത്താണ് പഠിക്കാനായിട്ടവൻ ഗ്രാമത്തിൽ നിന്നും നഗരത്തിലോട്ട് വന്നത്. ആദ്യമൊക്കെ അവന് നഗരത്തിലെ തിരക്കും തിക്കും ഒക്കെ കണ്ട് പേടിയായിരുന്നു. ഈ നഗരവാസികൾ എന്തിനാ ഇത്രയും വേഗത്തിൽ പോകുന്നത്? കാറുകളൊക്കെ എന്ത് വേഗത്തിലാ പോകുന്നത്? എപ്പോഴും ശ്രദ്ധിക്കേണ്ടിയിരിക്കുന്നു. ഇവിടെ ജീവിച്ചു പോകുന്നത് വലിയ കഷ്ടമുള്ള കാര്യമാണ്. അവൻ വീട്ടീന്ന് തന്നെ കുർത്തയും പൈജാമയും കൊണ്ടുവന്നു. കുർത്ത പൈജാമ ഇട്ടുകൊണ്ടാണ് അവൻ ആദ്യത്തെ ദിവസം കോളേജിൽ പോയത്. ബാക്കിയുള്ളവരൊക്കെ കോളേജിൽ മോഡേൺ ഡ്രസ്സും ജീൻസൊക്കെയാണ് ഇട്ടുകൊണ്ട് വന്നുകൊണ്ടിരുന്നത്. ഇവിടെ എല്ലാവരും നല്ല മോഡേൺ ഡ്രസ്സിലാണല്ലോ. എന്നെ നോക്കി എല്ലാവരും കളിയാക്കുകയാണല്ലോ. സത്യത്തിൽ വിഷ്ണുവിനെ കണ്ടെല്ലാരും ചിരിക്കുകയായിരുന്നു. നോക്ക് നോക്ക്, ആ ചെറുക്കനെ കണ്ടോ? കുർത്ത പൈജാമ ഇട്ട് കോളേജിൽ വന്നേക്കുവാ. അയ്യോ, ഗ്രാമത്തിലെ ഏതോ പയ്യനാ, എനിക്ക് ഉറപ്പാണത്. വിഷ്ണു മിണ്ടാതെ ക്ലാസ് റൂമിൽ ചെന്നൊരു ചെറുക്കന്റെ അടുത്ത് പോയി ഇരിക്കും. ഹലോ, എന്റെ പേര് അഭിനവ് എന്നാണോ? എന്റെ പേര് വിഷ്ണു എന്നാണ്. ഞാൻ ഗ്രാമത്തിൽ നിന്ന് വരുന്നു. നിന്നെ കണ്ടാലും അങ്ങനെ തോന്നും. ക്ലാസ് തുടങ്ങി. പഠിച്ചു കഴിഞ്ഞപ്പോ എല്ലാവർക്കും നല്ല വിശപ്പായി. ഒരു പെൺകുട്ടി അഭിനവിന്റെ അടുത്ത് വന്ന് പറഞ്ഞു, വാ അഭിനവ്, നമുക്ക് കഴിക്കാം. പോവാം. വിഷ്ണു, ഞങ്ങളുടെ കൂടെ നീയും വാ. അതെ പോവാം. എനിക്കും വിശക്കുന്നുണ്ട്. പരിപ്പ് ചോറ് കഴിക്കാം. ഇത് കേട്ട് പായൽ ചിരിക്കാൻ തുടങ്ങി. കോളേജിൽ ആരാണ് പരിപ്പും ചോറൊക്കെ തിന്നണത്? പായൽ, അങ്ങനെ പറയരുത്. പാവത്തിന് ടെൻഷനാവുന്നുണ്ട്. പിന്നെ എങ്ങനെയാ പറയേണ്ടത്? കുർത്ത പൈജാമയിട്ട് ബോറിനായിട്ടുണ്ട്. ഇവൻ നമ്മുടെ കൂടെ ഉണ്ടെങ്കിൽ ഞാൻ കഴിക്കാനൊന്നും വരുന്നില്ല. പായൽ, ഇങ്ങനെ ഒരാളെ കളിയാക്കുന്നത് നല്ല കാര്യമല്ല. നീ കൂടുതലൊന്നും പറയണ്ട. നിനക്ക് ആഗ്രഹമുണ്ടെ നീ ഇവന്റെ കൂടെ പോയി കഴിച്ചോ. ഞാൻ വേറെ ആരുടെങ്കിലും കൂടെ പോയി കഴിച്ചോളാം. എന്നെ മോഹിക്കുന്നവർ ഒരുപാട് പേരുണ്ട്. അങ്ങനെ പറഞ്ഞ് പായൽ അവിടുന്ന് പോയി. അഭിനവ് വിഷ്ണുവിനോട് പറഞ്ഞു, വിഷ്ണു, നീ ഇതൊന്നും കണ്ട് വിഷമിക്കണ്ട. നഗരത്തിലെ ആളുകൾ ഇങ്ങനെയാ. ഇല്ല ഇല്ല, ഞാൻ ഗ്രാമത്തിലല്ലേ. ഇതൊന്നും അറിയില്ലല്ലോ. വരൂ, നമുക്ക് കഴിക്കാൻ പോവാം. വരൂ, ഇന്ന് ഞാൻ നിനക്ക് നല്ല ഭക്ഷണം വാങ്ങിച്ചു തരാം. അഭിനവ് വിഷ്ണുവിനെ ഒരു പിസ്സ കടയിൽ കൊണ്ടുപോയി. വിഷ്ണു പറഞ്ഞു, എന്തു വേണമെങ്കിലും കഴിച്ചോളൂ. പക്ഷേ ഞാൻ മുട്ടയും മീനും ഇറച്ചിയൊന്നും കഴിക്കില്ല. ഞാനൊരു സസ്യാഹാരിയാണ്. ഇയാൾ ടെൻഷൻ അടിക്കണ്ട, ഇവിടെ വെജിറ്റേറിയനുണ്ട്. സഹോദര, 2 പനീർ പിസ്സ തരൂ. കടക്കാരൻ 2 പനീർ പിസ്സ കൊടുത്തു. വിഷ്ണു ഇതുവരെ ഇതുപോലത്തെ സാധനം കണ്ടിട്ടില്ല. എന്റെ ദൈവമേ, ഇത്രയും വലിയ റൊട്ടിയോ? ഇതിന് പിസ്സ എന്നാണ് പറയുന്നത്. പിസ്സയോ? പക്ഷേ ഇത് ഇങ്ങനെയല്ലേ? ആട്ട കൊണ്ടുള്ള റൊട്ടിയുടെ മുകളിൽ പനീറിന്റെ കറി. പറഞ്ഞത് ശരിയാണ്. ഇത് കഴിച്ചിട്ട് എങ്ങനെയുണ്ടെന്ന് പറ. വിഷ്ണു ആദ്യത്തെ ബൈറ്റ് കഴിച്ചപ്പോ തന്നെ അവൻ സ്വർഗത്ത് പോയ പോലെ. അല്ല, ഇത് കൊള്ളാമല്ലോ. ഈ പിസ്സ കഴിക്കാൻ നല്ല രസമുണ്ട്. ഇത്ര ടേസ്റ്റുള്ളത് ആദ്യമായിട്ടാണ് ഞാൻ കഴിക്കുന്നേ. എങ്ങനെ കിട്ടാനാ? ഗ്രാമത്തിൽ ഇതൊന്നും കിട്ടില്ലല്ലോ. പറഞ്ഞത് ശരിയാ സഹോദര. ഇതൊക്കെ നഗരത്തിലല്ലേ ഉള്ളൂ. അതുകൊണ്ടല്ലേ ആളുകൾക്ക് നഗരത്തിൽ ജീവിക്കാൻ കൂടുതൽ ഇഷ്ടം. ഗ്രാമവും മോശമല്ല. ശരിക്കും എൻ്റെ വീട് ഗ്രാമത്തിൽ തന്നെയാ. പക്ഷേ ഞാൻ ചെറുപ്പം തൊട്ട് നഗരത്തിലാണ് താമസിക്കുന്നത്. പായൽ എൻ്റെ ബെസ്റ്റ് ഫ്രണ്ടാണ്. അവൾ ഈ കോളേജിലെ ഏറ്റവും ഭംഗിയുള്ള പെൺകുട്ടിയാണ്. അതുകൊണ്ട് അവൾക്ക് ഇത്ര അഹങ്കാരം. അത് കുഴപ്പമില്ല. ഞാൻ നിങ്ങളോടൊപ്പം എല്ലാ ദിവസവും പിസ്സ കഴിക്കാൻ വരും. വിഷ്ണുവിന് പിസ്സ ഒരുപാട് ഇഷ്ടമായി. അവനും അഭിനവും നല്ല കൂട്ടുകാരുമായി. എന്നും കോളേജ് കഴിഞ്ഞ് രണ്ടുപേരും പിസ്സ കഴിക്കാൻ പോകുമായിരുന്നു. ഓരോ ദിവസം പുതിയ പുതിയ പിസ്സ കഴിച്ച് വിഷ്ണു പിസ്സ എക്സ്പേർട്ടായി മാറി. ഒരു ദിവസം കോളേജ് കഴിഞ്ഞ് അഭിനവ് പറഞ്ഞു, വിഷ്ണു, വരൂ, നമുക്ക് പിസ്സ കഴിക്കാൻ പോവാം. എന്റെ ഹോസ്റ്റലിലേക്ക് വരൂ, ഞാനുണ്ടാക്കിത്തരാം പിസ്സ. നീ അത് ഉണ്ടാക്കാനും പഠിച്ചോ? അതെ സഹോദര, എല്ലാം ഞാൻ പഠിച്ചു. സമയം പോകുന്തോറും നഗരത്തിലെ എല്ലാ കാര്യങ്ങളും വിഷ്ണു പഠിച്ചെടുത്തു. നഗരത്തിലെ ആൾക്കാർ സംസാരിക്കുന്ന പോലെ സംസാരിക്കാൻ തുടങ്ങി. അഭിനവ് അവനെയും കൊണ്ട് ഹോസ്റ്റലിൽ പോയി ആദ്യം അവൻ പിസ്സയുടെ ബേസ് ഉണ്ടാക്കി. അതിനുശേഷം തക്കാളി പേസ്റ്റ് അതിന്റെ മേളിൽ തേച്ചു. അതിന്റെ മുകളിൽ മഷ്റൂം, പനീർ, സവാള, ക്യാപ്സിക്കം ഒക്കെ ഇട്ട് വേവിക്കാൻ വെച്ചു. 1 മണിക്കൂർ കഴിഞ്ഞപ്പോൾ പിസ്സ റെഡിയായി കഴിഞ്ഞു. അഭിനവ് വിഷ്ണു ഉണ്ടാക്കിയ പിസ്സ കഴിച്ചു. അവൻ ഞെട്ടിപ്പോയി. കൊള്ളാമല്ലോ, ഇതിന് നല്ല ടേസ്റ്റ് ഉണ്ടല്ലോ. ഇതിന് കടയിലുള്ള പിസ്സയേക്കാൾ രുചിയുണ്ട്. ചെറുപ്പം തൊട്ട് എനിക്ക് ഭക്ഷണം ഉണ്ടാക്കുന്നത് ഇഷ്ടമാണ്. അതാ ഇങ്ങനെ ഉണ്ടാക്കിയത്. എനിക്കൊരു ഐഡിയ തോന്നുന്നു. ഈ കണ്ട പഠിത്തമെല്ലാം കൊണ്ട് എനിക്ക് മതിയായി. നമുക്ക് ബിസിനസ് ചെയ്താലോ? നാളെ കോളേജിലെ കൾച്ചറൽ ഫെസ്റ്റിവൽ അല്ലേ? അവിടെ നമുക്കൊരു പിസ്സയുടെ സ്റ്റോൾ തുടങ്ങിയാലോ? എന്തായാലും വിജയിക്കും. ചെയ്യാം. ഞാൻ എന്തിനും റെഡിയാണ്. അടുത്ത ദിവസം കോളേജിൽ അവർ പിസ്സയുടെ സ്റ്റോള് വെച്ചു. ഒറ്റയടിക്ക് പിസ്സയൊക്കെ വിറ്റു. അപ്പോഴേക്കും അവിടെ പായൽ വന്നു. ഇത് കൊള്ളാലോ വിഷ്ണു, ഇവന്റെ കൂടെ ചേർന്ന് നീയും ഈ ഗതിയായോ? പാവപ്പെട്ടവരെ പോലെ സ്റ്റോള് വെച്ചേക്കുന്നു. ഒരു ജോലിയും ചെറുതല്ല പായൽ. പിസ്സ ഉണ്ടാക്കുന്നത് വലിയ കാര്യമൊന്നുമല്ല. പിസ്സ വിറ്റ് എത്ര രൂപ നിങ്ങൾ ഉണ്ടാക്കും? കുഞ്ഞു ആൾക്കാർക്ക് കുഞ്ഞു ചിന്തകൾ. അപ്പോ വിഷ്ണു ഉത്തരം പറഞ്ഞു, ഹലോ മാഡം,
എന്താ ഇങ്ങനെ ചെറുതെന്ന് പറയുന്നത്? നിങ്ങൾ നോയിക്കോ, ഞാൻ ലോകത്തിലെ ഏറ്റവും വലിയ പിസ്സ ഉണ്ടാക്കും. ലോകത്തിലെ ഏറ്റവും വലിയ പിസയോ? നീ എങ്ങാനും അങ്ങനെ ചെയ്തു കഴിഞ്ഞാ കോളേജിന്റെ മുമ്പിൽ എല്ലാവരുടെ മുമ്പിൽ നിന്റെ കാല് ഞാൻ പിടിച്ച് മാപ്പ് വയ്ക്കും. നോക്കാം. മാഡം, ഞാൻ ഗ്രാമത്തിൽ നിന്നാ വരുന്നത്. സിമ്പിളാണെങ്കിലും നല്ല കാര്യപ്രാപ്തിയുണ്ട്. എന്താ സംഭവിക്കുന്നതെന്ന് നിങ്ങൾ നോയിക്കോ. വിഷ്ണു അഭിനവും രാത്രി ഹോസ്റ്റലിൽ വന്നു. അല്ല വിഷ്ണു, നീ ചലഞ്ചൊക്കെ ചെയ്തു, പക്ഷേ ഇവിടെ ലോകത്തിലെ ഏറ്റവും വലിയ പിസ്സ എങ്ങനെ ഉണ്ടാക്കുന്നത്? ഇവിടെയല്ല, ഇവിടെയുള്ള ആളുകളൊക്കെ ഇടുങ്ങിയ മനസ്സുള്ളവരാ. വലിയ ജോലി ചെയ്യണമെങ്കിൽ നമ്മൾ അങ്ങനെയുള്ള സ്ഥലത്തേക്ക് പോകണം. അതായത് വലിയ മനസ്സുള്ളവരുടെ ഇടയിലേക്ക്. എന്റെ ഗ്രാമം, അത് കൊള്ളാമല്ലോ. അടുത്ത ദിവസം വിഷ്ണു അഭിനവിനെയും കൊണ്ട് ഗ്രാമത്തിലോട്ട് പോയി. ആൾക്കാരോടെല്ലാവരോടും വലിയ പിസ ഉണ്ടാക്കുന്ന കാര്യം പറഞ്ഞു. ഗ്രാമത്തിലെ ആൾക്കാരെല്ലാവരും ഒറ്റയടിക്ക് സമ്മതവും പറഞ്ഞു. അങ്ങനെ വിഷ്ണു കാര്യങ്ങളൊക്കെ തുടങ്ങി. ഗ്രാമത്തിലെ ആൾക്കാർ ഗോതമ്പിന്റെ ചാക്ക് വീട്ടിൽ നിന്നും കൊണ്ടുവന്നു. അങ്ങനെ പിസയുടെ ബേസ് ഉണ്ടാക്കി. ആൾക്കാർ അവരവരുടെ പശുവിന്റെ പാല് കൊടുത്തു. അതിൽ നിന്നും ചീസുണ്ടാക്കി. പച്ചക്കറിയൊക്കെ ഗ്രാമത്തിൽ അങ്ങ് നിറഞ്ഞു നിൽക്കുകയല്ലേ. അഭിനവ് അവന്റെ കോണ്ടാക്റ്റിൽ നിന്നും മീഡിയക്കാരെ വിളിച്ചു. മീഡിയ ഗ്രാമത്തിൽ വന്ന് ലോകത്തിലെ ഏറ്റവും വലിയ പിസ ഉണ്ടാക്കുന്ന കാര്യം കണ്ടുകൊണ്ടിരുന്നു. ടിവിയിലാണെങ്കിൽ ലൈവ് ടെലികാസ്റ്റും ചെയ്തു. അപ്പോൾ നിങ്ങൾ കണ്ടുകൊണ്ടിരിക്കുന്നത് ഗ്രാമത്തിലെ ഒരു സാധാരണ മനുഷ്യൻ ലോകത്തിലെ ഏറ്റവും വലിയ പിസ ഉണ്ടാക്കുന്നതാണ്. ഇതാ കാണൂ. അപ്പോ കണ്ടുകൊണ്ടിരിക്കൂ, എങ്ങനെയാണ് വലിയ പിസ ഉണ്ടാക്കുമോ ഇല്ലയോ എന്ന് നമുക്ക് നോക്കാം. അങ്ങനെ 7 ദിവസത്തെ കഠിന പ്രയത്നം കഴിഞ്ഞ് ലോകത്തിലെ വലിയ പിസ തന്നെ റെഡിയായി. ഗ്രാമത്തിലെ ആൾക്കാർക്ക് ഒരുപാട് സന്തോഷമായി. ഈ കാര്യം ടിവിയിൽ ടെലികാസ്റ്റും ചെയ്തു. വലിയ വലിയ ആൾക്കാർ ഇത് കണ്ട് അഭിനവിന് കോളും വന്നു. ഹലോ, നിങ്ങളിപ്പോൾ വളരെ ഫേമസ് ആണല്ലോ. നിങ്ങളെല്ലാ ഗ്രാമത്തിലും നഗരത്തിലും എല്ലാ മാളിലും പിസ്സയുടെ സ്റ്റാള് തുടങ്ങണം. ഞാൻ ഇൻവെസ്റ്റ് ചെയ്യാൻ തയ്യാറാണ്. അഭിനവിന്റെയും വിഷ്ണുവിന്റെ സന്തോഷം പറയാൻ പറ്റാത്ത രീതിയിലായി. അവർ രണ്ടിനും കുറച്ചു ദിവസം കഴിഞ്ഞപ്പോ ഗ്രാമം, നഗരത്തിലെ എല്ലാ മുക്കും മൂലയിലും പിസ കട തുടങ്ങി. പൈസയുണ്ടെങ്കിൽ എന്തൊക്കെ ചെയ്യാം. അഭിനവും വിഷ്ണു 1 മാസത്തിനുള്ളിൽ കോടിപതികളായി. പായൽ എല്ലാവരുടെ മുമ്പിൽ വന്ന് കാല് വീണ് മാപ്പ് പറഞ്ഞു. അഭിനവും വിഷ്ണുവും ബിസിനസ് പാർട്ട്ണറായി സന്തോഷത്തോടെ തന്നെ അവരവരുടെ ജീവിതം ജീവിച്ചു. സീതയെന്നും ഗീതയെന്നും പേരുള്ള 2 ഇരട്ടകളായ അനാഥർ അവരുടെ ഇളയമ്മയുടെയും ഇളയച്ഛന്റെയും കൂടെയാണ് താമസിച്ചിരുന്നത്. സീതയ്ക്കും ഗീതയ്ക്കും അച്ഛനും അമ്മയും ഉണ്ടായിരുന്നില്ല. അതുകൊണ്ട് സീതയും ഗീതയും അവരുടെ ഇളയമ്മയുടെയും ഇളയച്ഛന്റെയും കൂടെയാണ് താമസിച്ചിരുന്നത്. പാവം അനാഥ കുട്ടികളുടെ ഇളയമ്മ ചഞ്ചല വളരെ മോശപ്പെട്ട സ്ത്രീയായിരുന്നു. അവരെ രണ്ടുപേരെയും തികച്ചും വേലക്കാരികളായി മാത്രമാണ് അവൾ കണ്ടത്. എവിടെയായിരുന്നു രണ്ടുപേരും? എത്ര സമയമായി ബസാറിൽ സാധനം വാങ്ങാൻ പോയിട്ട്? ഇപ്പോഴാണോ വരുന്നത്? ഇളയമ്മേ, പുറത്ത് വലിയ മഴയായിരുന്നു, അതാ ഞങ്ങള് വൈകിയത്. ആ, പഞ്ചസാരക്ക് എന്ത് സംഭവിച്ചു? ഈ പഞ്ചസാര ഉറപ്പായി നനഞ്ഞിട്ടുണ്ടാവും. റേഷൻ കടക്കാരൻ തന്ന പഞ്ചസാരയുടെ സഞ്ചി പൊട്ടിയിരുന്നു ഇളയമ്മേ. നമുക്കത് അറിയില്ലായിരുന്നു. അങ്ങനെ പഞ്ചസാരയിൽ വെള്ളം കയറി. ഞങ്ങളോട് ക്ഷമിക്കൂ. ഇന്ന് നിങ്ങളെ ശരിയാക്കും. എത്ര നാശമാണ് വരുത്തിയത്. നിങ്ങളുടെ അച്ഛനും അമ്മയും എന്റെ കഞ്ഞിയിൽ പാറ്റയിടാനാണോ നിങ്ങളെ ഇവിടെ കൊണ്ടാക്കിയത്? എനിക്ക് കഷ്ടം തന്ന് രണ്ടാളും മുകളിലേക്ക് പോയി. ചഞ്ചല, നിനക്കെന്താ ഒട്ടും ലജ്ജയില്ലേ? കുട്ടികളുടെ അടുത്ത് ഇങ്ങനെയൊക്കെ പെരുമാറാൻ അല്പം മാന്യമായി പെരുമാറാൻ പഠിക്കേ. ഇനി നിങ്ങൾക്ക് ഞാൻ എന്താണ് വേണ്ടത്? എന്റെ വീട്ടിൽ പോണോ? ഒരു വട്ടം പോയാൽ പിന്നെ ഞാൻ ഒരിക്കലും തിരിച്ചു വരില്ല. പിന്നെ മറ്റൊരു പെണ്ണിനെ അന്വേഷിച്ചാൽ മതി നിങ്ങള്. ചഞ്ചല സീതയുടെയും ഗീതയുടെയും അടുത്ത് എപ്പോഴും കയർത്തുകൊണ്ടിരുന്നു. ഈ കാരണത്താൽ 2 കുട്ടികളും രാത്രിയുടെ ഇരുട്ടിൽ വീട് ഉപേക്ഷിച്ചു പോകാൻ തീരുമാനിച്ചു. ഒരുപാട് സങ്കടത്തോടെ ആണെങ്കിലും അവർ ആ വീട് വിടാനുള്ള തീരുമാനമെടുത്തു. ഇതാ, നമുക്കിവിടെ നിൽക്കണ്ട. ഇളയമ്മ വല്ലാതെ അടിക്കുന്നു. അതെ സീതേ, നീ പറയുന്നത് ശരിയാണ്. നമുക്ക് ദൂരെ എവിടെയെങ്കിലും പോകാം. സീതയും ഗീതയും രാത്രിയുടെ ഇരുട്ടിൽ വീട് വിട്ടു പോയി. നടന്ന് ഒരു മരത്തിനടുത്തെത്തി. അവർ ആ മരത്തിന്റെ ചുവട്ടിൽ ഉറങ്ങിപ്പോയി. പിറ്റേ ദിവസം രാവിലെ കണ്ണു തുറക്കുമ്പോൾ കണ്ടത് റോഡിലൂടെ ആൾക്കാർ നടക്കുന്നതായിരുന്നു. ഒരു ഉന്തുവണ്ടിക്കാരൻ അവിടെ നിൽക്കുന്നുണ്ടായിരുന്നു. സീത, വല്ലാതെ വിശക്കുന്നുണ്ട് എനിക്ക്. നമുക്ക് എന്തെങ്കിലും കുറച്ച് കഴിക്കാം. ഇതാ, നമ്മുടെ കയ്യിൽ പൈസയില്ല. പൈസ ഇല്ലാതെ നമുക്ക് കഴിക്കാൻ ആരും ഒന്നും തരില്ല. നമുക്ക് ചോദിച്ചു നോക്കാം, ഒരുപക്ഷെ തന്നാലോ? ശരി, വരൂ. സഹോദര, നിങ്ങളുടെ ബാഗിൽ നിന്നും എന്തെങ്കിലും കഴിക്കാൻ തരുമോ? വല്ലാതെ വിശക്കുന്നു. 2 പേരുടെ കയ്യിലും പൈസയുണ്ടോ? നോക്കൂ, 2 സഹോദരിമാരും ഒരുപോലെയുണ്ട്. ഇരട്ടകളാണെന്നാ തോന്നുന്നത്. അതെ, തോന്നുന്നത് ഇവർ തികച്ചും അനാഥരാണെന്നാണ്. സഹോദര, ഞങ്ങളുടെ കയ്യിൽ പൈസയില്ല. സൗജന്യമായി നിങ്ങൾക്ക് എന്ത് കിട്ടും? പൈസ കൊണ്ടുവരൂ, അപ്പോൾ കഴിക്കാനും തരാം. ഉന്തുവണ്ടിക്കാരൻ അവരെ 2 പേരെയും വഴക്കു പറഞ്ഞു. അപ്പോൾ ഒരു വ്യക്തി അവിടേക്ക് വരുന്നു. ഈ കുട്ടികൾക്ക് 2 വീതം പെറോട്ട ഉണ്ടാക്കി കൊടുക്ക. കുട്ടികളോട് ചുമ്മാ കയർക്കണ്ട, ഞാൻ പൈസ തരാം.
നിങ്ങൾ ആരാണ് കുട്ടികളെ? അങ്കിൾ, എന്റെ പേര് സീത. ഇതെന്റെ കുഞ്ഞനിയത്തി ഗീത. ഞങ്ങളുടെ ഇളയമ്മ ഞങ്ങളെ വല്ലാതെ ഉപദ്രവിക്കുന്നു. അതുകൊണ്ട് ഞങ്ങൾ വീട് ഉപേക്ഷിച്ചു. നിങ്ങളുടെ അച്ഛനമ്മമാർ എവിടെയാ മക്കളെ? ഞങ്ങൾക്ക് അച്ഛനും അമ്മയും ഇല്ല അങ്കിൾ. ചെറുപ്പത്തിലെ ഞങ്ങൾ ഇളയമ്മയുടെയും ഇളയച്ഛന്റെയും കൂടെയാണ് താമസിക്കുന്നത്. ഓ, ഓക്കേ ഓക്കേ, അതാണ് കാര്യം. നിങ്ങളുടെ കയ്യിൽ ഇപ്പോൾ നൂഡിൽസിന്റെ എത്ര പാക്കറ്റ് ഉണ്ട്? 20 പാക്കറ്റ് ഉണ്ട്. എങ്കിൽ അത് തരൂ. കുട്ടികളെ, നിങ്ങൾ എന്റെ കൂടെ ഓട്ടോറിക്ഷയിലിരിക്കെ. ഇവിടെ ഒറ്റയ്ക്കിരിക്കുന്നത് നിങ്ങൾക്ക് നല്ലതല്ല മക്കളെ. സീതയും ഗീതയും അയാളുടെ കൂടെ ഓട്ടോറിക്ഷയിൽ കയറി. ആ വ്യക്തിയുടെ പേര് രാജേഷ് എന്നായിരുന്നു. അദ്ദേഹം തന്റെ ഭാര്യയുടെ കൂടെ വീട്ടിൽ നിന്ന് നൂഡിൽസ് ഉണ്ടാക്കുന്ന ജോലിയാണ് ചെയ്തുകൊണ്ടിരുന്നത്. ആ നൂഡിൽസ് പാക്കറ്റ് കടകളിലും റെസ്റ്റോറന്റിലും സപ്ലൈ ചെയ്യുകയും ചെയ്തിരുന്നു. സീതയും ഗീതയും അദ്ദേഹത്തിനോട് സംസാരിച്ചു കൊണ്ടിരിക്കുകയായിരുന്നു. അപ്പോൾ രാജേഷിന്റെ നെഞ്ചിൽ ആഴത്തിൽ വേദന അനുഭവപ്പെട്ടു. എന്താണ് അങ്കിൾ, ഞങ്ങൾക്ക് എന്തെങ്കിലും കുഴപ്പമുണ്ടോ? കാലാവസ്ഥയുടെ മാറ്റം കാരണമായിരിക്കും. നമുക്ക് പെട്ടെന്ന് ഹോസ്പിറ്റലിൽ കൊണ്ടുപോകാം. നിങ്ങൾ പോകൂ അങ്കിൾ. വേഗം തന്നെ അങ്കിളിനെ ഹോസ്പിറ്റലിൽ എത്തിക്കണം. സീതയും ഗീതയും ഓട്ടോക്കാരന്റെ കൂടെ ഹോസ്പിറ്റലിലേക്ക് പോയി. ഓട്ടോക്കാരൻ രാജേഷിന്റെ കയ്യിൽ നിന്നും വിവരങ്ങൾ മനസ്സിലാക്കി അവർ രാജേഷിന്റെ ഭാര്യയെ ഫോൺ ചെയ്തു. അവർ പെട്ടെന്ന് തന്നെ ഹോസ്പിറ്റലിൽ എത്തി. കുറച്ചു സമയത്തിനു ശേഷം രാജേഷിന് ബോധം വന്നു. അതിനുശേഷം ഡോക്ടർ അദ്ദേഹത്തിന്റെ ഹാർട്ടിന്റെ അവസ്ഥയെപ്പറ്റി പറയുന്നു. രാജേഷ് സീതയെയും ഗീതയെയും തന്റെ പത്നിക്ക് കാണിച്ചു കൊടുക്കുന്നു. താങ്കൾക്കിപ്പോൾ എങ്ങനെയുണ്ട്? ഞാൻ ഓക്കെയാണ് സന്ധ്യ, നീ വിഷമിക്കണ്ട. ഞാൻ മരണത്തിനടുത്ത് വരെ എത്തിയതാ. ഭാഗ്യത്തിനാ ഈ കുട്ടികളെ കിട്ടിയത്. ഇത് സീതയും ഗീതയുമാണ്. ഇവിടെ വരൂ മക്കളെ. ഇവരെ കാണുമ്പോൾ ഏകദേശം ഒരുപോലെയുണ്ട്. ഇവർ രണ്ടുപേരും ഇരട്ടകളാണോ? അതെ ആന്റി, എന്റെ പേര് സീത എന്നാണ്. ഇത് ഗീതയാണ്. അടുത്ത ദിവസം ഡോക്ടർ രാജേഷിനെ ഡിസ്ചാർജ് ചെയ്യുന്നു. മുഴുവനായും റെസ്റ്റ് എടുക്കാൻ രാജേഷിനോട് ഡോക്ടർ പറഞ്ഞു. രാജേഷിന്റെ മനസ്സിൽ തന്റെ ജോലികളെ കുറിച്ചുള്ള ചിന്തകളായിരുന്നു. അദ്ദേഹം അതോർത്ത് അസ്വസ്ഥനായിരുന്നു. സന്ധ്യ, ചരക്ക് വാങ്ങണം, സാധനങ്ങൾ ഉണ്ടാക്കി കൊടുക്കണം, എല്ലാ കടകളിലും ഡെലിവറി ചെയ്യുകയും വേണം. കേൾക്കൂ, ആദ്യം നിങ്ങളുടെ അസുഖം ശരിയാവട്ടെ. അത് കഴിഞ്ഞ് പൈസ ഉണ്ടാക്കുന്ന കാര്യത്തിനെ പറ്റി ചിന്തിച്ചാൽ മതിയാകും. താങ്കൾ ഇതൊന്നും ചിന്തിക്കണ്ട. ഞങ്ങൾ ആന്റിയോടൊപ്പം ഉണ്ടാകും. താങ്കളുടെ ജോലി അങ്ങനെ ഇല്ലാതാകുവാൻ ഞങ്ങൾ സമ്മതിക്കില്ല. സീത പറഞ്ഞത് തികച്ചും ശരിയാണ്. താങ്കൾ പൂർണ്ണമായും വിശ്രമിക്കൂ. ഞങ്ങൾ ആന്റിയുടെ കൂടെ നൂഡിൽസ് ഡെലിവറി ചെയ്യാൻ പൊയ്ക്കൊള്ളാം. പിന്നെ നടന്നത് ഇതായിരുന്നു. സന്ധ്യ നൂഡിൽസ് ഉണ്ടാക്കി തുടങ്ങിയിരുന്നു. സന്ധ്യയും സീതയും ഗീതയും കൂടി ആ നൂഡിൽസ് എല്ലാം ഡെലിവർ ചെയ്യാനായി പോകാൻ തുടങ്ങുകയും ചെയ്തു. ഒരു ദിവസം സീത സന്ധ്യയോട് പറഞ്ഞു, എന്തിനാണ് നമ്മൾ നൂഡിൽസിന്റെ പാക്കറ്റുകൾ ഉണ്ടാക്കുന്നത്? എന്തുകൊണ്ട് നൂഡിൽസിന്റെ ഒരു സ്റ്റോള് തന്നെ തുടങ്ങിക്കൂടാ? നമ്മൾക്ക് കുറെ തരത്തിലുള്ള നൂഡിൽസ് ഉണ്ടാക്കിയാൽ നല്ല കച്ചവടവും ഉണ്ടാകും. ഈ ഐഡിയ എന്തുകൊണ്ടാണ് നമ്മുടെ തലച്ചോറിൽ വരാത്തത്? ഇതൊരു നല്ല ഐഡിയ ആണ്. രാജേഷ്, ഞാനും ചിന്തിക്കുന്നു. സീതയും ഗീതയും പറഞ്ഞത് നല്ലതിനാണെന്ന്. നമുക്കൊരു നൂഡിൽസ് സ്റ്റോൾ തുടങ്ങാം. തീർച്ചയായും നമ്മുടെ കച്ചവടം നന്നാകും. ശരി സന്ധ്യ, പക്ഷേ അതിനൊരുപാട് പണിയുണ്ട്. രാവിലെ മുതൽ അതിനുള്ള തയ്യാറെടുപ്പുകൾ ചെയ്യണം. സ്റ്റോളിൽ എല്ലാ ദിവസം പോവുകയും വേണം. നിനക്ക് അതിനൊക്കെ പറ്റുമോ? താങ്കൾ എന്റെ കൂടെ ഉണ്ടായാൽ മതി. പിന്നെ എന്റെ കൂടെ സീതയെയും ഗീതയെയും പോലെ സ്നേഹമുള്ള കുട്ടികളുണ്ടല്ലോ. പിന്നെ സന്ധ്യ സീതയുടെയും ഗീതയുടെയും കൂടെ സ്വന്തമായി ഉണ്ടാക്കിയ നൂഡിൽസ് ഉണ്ടാക്കി വിൽക്കാൻ ഒരു കട വാടകയ്ക്കെടുത്തു. സീതയും ഗീതയും ഇരട്ട സഹോദരിമാരായിരുന്നു. ആൾക്കാർ അവരെ രണ്ടുപേരെയും ആ സ്റ്റോളിൽ സന്ധ്യയുടെ കൂടെ നൂഡിൽസ് ഉണ്ടാക്കുന്നത് കണ്ട് ആശ്ചര്യപ്പെടുകയും ചെയ്തു. പതുക്കെ പതുക്കെ സ്റ്റോളിൽ കസ്റ്റമേഴ്സ് കൂടി വരുന്നു. പിന്നെ സന്ധ്യയുടെ നൂഡിൽസ് സ്റ്റോളിൽ നല്ല വരുമാനമുണ്ടാകാനും തുടങ്ങി. സന്ധ്യ, സീത, ഗീത, ഈ കുട്ടികൾ നല്ല ഭാഗ്യശാലികളാ. കണ്ടില്ലേ എനിക്ക് എന്തുമാത്രം ഭാഗ്യമാ കിട്ടിയിരിക്കുന്നതെന്ന്. രാജേഷിന്റെ ആരോഗ്യത്തിൽ മാറ്റം വരുന്നു. ഇപ്പോൾ അവർ നൂഡിൽസ് പാക്കറ്റിന്റെ സപ്ലൈയുടെ കൂടെ തങ്ങളുടെ സ്റ്റോളിലും നൂഡിൽസ് ഉണ്ടാക്കുന്നു. നൂഡിൽസ് ഉണ്ടാക്കുന്നതിന് സന്ധ്യയെയും സീതയെയും ഗീതയെയും സഹായിക്കുന്നു. ഒരു ദിവസം സീതയുടെയും ഗീതയുടെയും ഇളയച്ഛൻ അവരെ നൂഡിൽസ് സ്റ്റോളിൽ കണ്ടു. സീത, ഗീത, ഞാൻ നിങ്ങളെ ഒരുപാട് അന്വേഷിച്ചു മക്കളെ. എന്റെ മക്കൾ എന്തിനാണ് വീട് ഉപേക്ഷിച്ചു പോയത്? ഇളയച്ച, ഞങ്ങൾ ഇളയമ്മയുടെ പ്രവൃത്തിയിൽ വളരെ വിഷമിക്കുന്നു. അതുകൊണ്ടാണ് ഞങ്ങൾ വീട് ഉപേക്ഷിച്ചു വന്നത്. ഇളയച്ച, ഇപ്പോൾ ഞങ്ങളുടെ അച്ഛനമ്മമാരുടെ സ്ഥാനത്ത് അങ്കിളിനെയും ആന്റിയെയും കിട്ടി. ഇവരെ ഉപേക്ഷിച്ച് ഞങ്ങൾ വരില്ല. ഇവരാണ് ഞങ്ങൾക്കെല്ലാം. സീതയുടെയും ഗീതയുടെയും വാക്കുകൾ കേട്ട് രാജേഷിനും സന്ധ്യയ്ക്കും കരച്ചിൽ വന്നു. അങ്ങനെ ആ അനാഥ കുട്ടികളുടെ അച്ഛനമ്മമാരായി രാജേഷിനെയും സന്ധ്യയെയും കിട്ടി. മക്കൾക്ക് അനുഗ്രഹവും നൽകി അവരുടെ ഇളയച്ഛൻ കണ്ണുകൾ നിറഞ്ഞ് ഒന്നും മിണ്ടാനാകാതെ തിരിച്ചുപോയി. Thanks for watching.